ഹലോ, എല്ലാവർക്കും UJ's കിച്ചണിലേക്ക് ഒരു പ്രാവശ്യം കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്നത് എൻ്റെ ഒരു ഗാർഡനിങ്ങിൻ്റെയാണ്. ഞങ്ങളുടെ ഗാർഡനിൽ കുറേയധികം ചെടികളുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നിറയെ അങ്ങോട്ട് അതിൻ്റെ നിറച്ച് പുല്ലുകളും അതും ഇതൊക്കെ ആയി വളരെ ഐശ്വര്യമില്ലാതെ നിൽക്കുകയാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. അതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അന്ന് ഞാൻ സ്പ്രൗട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു നമുക്ക് ഡൈനിങ് ടേബിളോ അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ വിസിറ്റിംഗ് റൂമൊക്കെ അലങ്കരിക്കാനായിട്ട് നമുക്ക് ആ സ്പ്രൗട്ട് എടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് അതിൻ്റെ ഓല കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ അന്ന് തന്നെ ഞാനതിനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ അത് കുറേ ദിവസം ആയി, ഇപ്പം രണ്ടാഴ്ചയായി. പക്ഷേ ചെറിയ രീതിയിൽ ഇലകൾക്കൊക്കെ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ സ്പ്രൗട്ടിലിരിക്കുന്ന പോലെ ആവില്ലല്ലോ, കുറച്ച് മാറ്റി കഴിയുമ്പോൾ മണ്ണിലും അല്ലല്ലോ, വെള്ളത്തിലല്ലേ. അപ്പോൾ ഇനി ഒരാഴ്ചയും കൂടി ഇത് ഇരിക്കും. അപ്പോൾ ഡൈനിങ് ടേബിളിലോ അല്ലെങ്കിൽ നമ്മുടെ ഗസ്റ്റ് റൂമിലോ നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ അധികം പറഞ്ഞ് നീട്ടിക്കുന്നില്ല, എൻ്റെ ഗാർഡനിങ്ങിൻ്റെ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ഇത് ഞങ്ങളുടെ പ്രിയപ്പെട്ട കിച്ചുവാണ് കേട്ടോ, ഇപ്പം ഇല്ലാവൻ. അപ്പോൾ ഗാർഡൻ്റെ പണികളിനി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. എല്ലാം ക്ലീനാക്കി കഴിഞ്ഞിട്ട് ചട്ടികൾ പൊട്ടിയതൊക്കെ ഒന്ന് ക്ലീനാക്കണം. ഇത് ഞങ്ങളുടെ വീടിനോട് ചേർത്ത് അയലക്കത്തെ പശുവാണ് കേട്ടോ. പുല്ല് തിന്നണൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇത് നമ്മുടെ പൂച്ചക്കുട്ടികളാണ് കേട്ടോ. മഴയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും അസുഖം പിടിച്ചതുപോലെ ആയി എല്ലാവർക്കും. ഇത് നമ്മുടെ ഗാർഡനിൽ അടുത്ത വീട്ടിലെ പട്ടി പ്രസവിച്ച കുഞ്ഞുങ്ങളാണ്. പപ്പൂസ് പാല് തിളക്കട്ടെ നേരാരാന്നേ. പാലിൻ്റെ മണം കേൾക്കുമ്പോൾ നിനക്ക് ജനലേന്ന് പോകാൻ പറ്റില്ലല്ലോ അല്ലേ? പാല് തിളക്കട്ടെ കേട്ടോ. പാല് തിളച്ചോണ്ടിരിക്കണം. ഓക്കെ, പാല് തിളയ്ക്കുമ്പോൾ തരാം കേട്ടോ. പാല് തിളക്കട്ടെ. അവിടെ അനങ്ങാതിരിക്കേ. ഇത് ഞങ്ങളൊരു ചെറിയ പ്ലാവ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കിണറിൻ്റെ അടുത്തായിട്ട്. പാഷൻ ഫ്രൂട്ട് താഴത്തുനിന്ന് കയറ്റി വിട്ടിരിക്കുകയാണ്. പാഷൻ ഫ്രൂട്ട് നമ്മുടെ ടെറസിൻ്റെ മുകളിലോട്ട് കയറിപ്പോയിട്ടുണ്ട്. നല്ലോണം പാഷൻ ഫ്രൂട്ട് ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. ഇപ്പോൾ ഇത്തവണ ഒരുവിധം ഉണ്ട്. കുറേ ഇലയുള്ള ചെടികളാണ് അധികവും. ഇങ്ങനെ ഭംഗിയുള്ള ഇലകളുള്ള ചെടികൾ ധാരാളം ഞങ്ങൾ പിടിപ്പിച്ചിട്ടുണ്ട്. ഗാർഡനൊക്കെ ഒരുവിധം ഞങ്ങൾ ക്ലീനാക്കി സെറ്റാക്കി വെച്ചതാണ്. പല ഡിഫറെൻറ്റ് വെറൈറ്റി ചെടികളുണ്ട്. നല്ലോണം പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ മഴയായതുകൊണ്ട് കുറച്ച് പൂക്കളൊക്കെ കുറഞ്ഞു. ഈ ഇലച്ചെടികളാണ് അധികവും കൂടുതൽ. ചെമ്പരത്തി നല്ലോണം അപ്പോൾ ആദ്യമായിട്ട് പൂവുണ്ടായതാണ്. നല്ല ഭംഗിയുള്ള പൂവാണ്. നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ് ഇതൊക്കെ. ഈ പൂവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, നല്ല മണമുള്ള പൂവാണ് ആ വൈറ്റ് പൂവ്. അത് വിടരുമ്പോൾ സന്ധ്യയ്ക്ക് നല്ല മണമായിരിക്കും. ഇത് നമ്മുടെ സാധാരണയുള്ള എന്താ പറയുക, നമ്പിയാർവട്ടം എന്ന് പറയുന്നത്. വാടാമുല്ല. ചെമ്പരത്തി വലുതായിട്ട് പൊങ്ങിപ്പോയിട്ടുണ്ട്. ധാരാളം മൊട്ടുകളുണ്ട്. ഇന്നിപ്പോൾ 2 എണ്ണം വിടർന്നതാണ്. നല്ല ഉയരത്തിലാണ്. ഈ ചെടിയിലും ധാരാളം പൂക്കൾ ഉണ്ടാകാറുണ്ട്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂവ് കാണാനായിട്ട്. ഇത് നല്ല ഭംഗിയുള്ള പൂവാണ്. ഇതും ധാരാളമായിട്ട് പൂവ് ഉണ്ടാവുന്ന ചെടിയാണ്. വേരുകളൊന്നും എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല. നഴ്സറി കാണുമ്പോൾ ചെല്ലുമ്പോൾ കാണുന്നതൊക്കെ വാങ്ങിക്കൊണ്ട് വരും. ഇത് നമ്മുടെ തിരിഹൃദയത്തിൻ്റെ ഒത്തിരി ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ കുറേ കുറഞ്ഞ് ഇപ്പോൾ 1-2 എണ്ണം വെച്ചൊക്കെ ആയി.